ഒരു പ്രൊഫസർ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ മരിക്കുകയാണ്, എൻ്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ നിന്നാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളെ വിളിക്കാനുള്ള കാരണം, ഞാനും എൻ്റെ അമ്മയും കൂടി നിങ്ങളുടെ അമ്മ പ്രസംഗം കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ ശ്രീനാരായണ ഗുരു ജയന്തിക്ക് ചെമ്പഴന്തിയിൽ ചെന്നപ്പോൾ അമ്മ മരിച്ച വീട് ഞാൻ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൾക്കൂട്ടത്തിൽ പ്രൊഫസർ കാത്തു നിന്നത് ഞാൻ ഓർക്കുകയാണ്. ഈ അമ്മ പ്രസംഗത്തിൻ്റെ പേരിൽ ദുബായിലെ ഒരു ചെറുപ്പക്കാരൻ്റെ ഹോട്ടലിലെ CEO ആണ്, പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ കാണുന്ന ഈ രാധാകൃഷ്ണനില്ലേ സമദാനി സാഹിബ്, ഇത് മുഴുവനും എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയുടെ രക്തമാണിത്. അച്ഛൻ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു, എന്നെ നോക്കിയതും വളർത്തിയതും അമ്മയാണ്. ഒരു നേരത്തെ ഊണിന് പോലും കഷ്ടപ്പെട്ട സമയത്ത് അമ്മ എന്നെ പഠിപ്പിച്ചു, അമ്മ എന്നെ ലാളിച്ചു. ഇന്ന് എൻ്റെ അമ്മ മരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ്റെ കവിളിലൂടെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. എവിടെ പോയാലും എന്നെ മാതാവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളുകളെ എനിക്ക് നൽകിയത് ചെറിയ പെരുന്നാളിൻ്റെ ദിവസം തിരൂരിൽ ആലിക്കുട്ടി ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് മഞ്ചലിൽ ചുമന്ന്, അന്ന് കാറും സൗകര്യവും വണ്ടിയുമില്ലാത്ത സമയത്ത് ഒരു മഞ്ചലിൽ ചുമന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ദുഃഖിതനായി എൻ്റെ ഉപ്പ നോക്കി നിൽക്കുമ്പോൾ ഉപ്പയുടെ മുമ്പിൽ നിന്ന് ഞാനും എൻ്റെ പെങ്ങളും കൂടി തിരൂർ ആലിക്കുട്ടി ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ രംഗവും, ഡോക്ടർ പരിശോധിച്ച് ഉമ്മ കിടന്നിടത്ത് നിന്ന് ഡോക്ടർ മരുന്ന് കുറിച്ച് തന്ന്, ഞാൻ അന്നൊരു കുട്ടിയാണ്, മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ പോയി തിരിച്ചു വന്ന് നിൽക്കുമ്പോൾ ഉമ്മ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആ വാക്ക് പ്രയോഗിച്ചത്, മരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായി പെരുന്നാൾ ദിവസം, അവർക്ക് ചെറുപ്പമായിരുന്നു, ഒരു 10-40 വയസ്സ്, യൗവനം വിട പറഞ്ഞിരുന്നില്ല. യൗവനം വിട പറയാത്ത അവസ്ഥയിൽ അന്ന് ഉമ്മ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇവർ നഷ്ടപ്പെടുകയാണ് എന്ന്, ഇനി ഒരിക്കലും ഈ പുണ്യം കൂടെ ഉണ്ടാവുകയില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു 19 വയസ്സ് 60 വയസ്സുള്ള പ്രായമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഉമ്മയുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് എന്ന്, ഞാൻ കൗതുകത്തോടെ ആ മനുഷ്യനെ നോക്കി നിൽക്കും. നിങ്ങൾക്ക് ഇത്ര പ്രായമായിട്ടും നിങ്ങൾക്ക് മാതാവ് ജീവിച്ചിരിപ്പുണ്ടെന്നോ? ചിലർ പറയും, ഞാൻ പോട്ടെ, രാത്രി ഞാൻ പോട്ടെ. എന്തേ? ഉമ്മ കാത്തിരിക്കും. ചിലർ പറയും, ഞാൻ പോട്ടെ, സംഭാഷണത്തിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ച് അമ്മ ഊണ് കഴിക്കില്ല, ഞാൻ എത്തിയാലേ ഊണ് കഴിക്കും. 60 വയസ്സുള്ള ഒരു മകൻ, അമ്മ എനിക്ക് വാതിൽ തുറന്ന് ഞാൻ എത്തിയാലേ അമ്മ ഊണ് കഴിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാനുണ്ട കാരണം, ഞാൻ കുട്ടിയായിരിക്കെ 10-40 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയ രംഗമാണ്. മരിച്ചപ്പോൾ ശാന്തമായി നല്ല വാക്കുകൾ ചൊല്ലി സർവശക്തൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് അവർ മരണപ്പെട്ടപ്പോഴാണ് അറിയുന്നത്, നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ലോകം മാത്രമല്ല, നിന്റെ ഹൃദയവും നിന്റെ പ്രപഞ്ചവുമാണ്. നിനക്ക് നിൽക്കാനുള്ള കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണാണ് പോയിരിക്കുന്നത്. നിനക്കിനി നിക്കക്കള്ളിയില്ല, നിന്റെ രാവും പകലും അസ്തമിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ അത്താണി പോയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പെങ്ങളുടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു ടാക്സി വിളിച്ചു, ഉമ്മയെ ടാക്സിയിൽ കിടത്തി. ഒരു കാല് 2 കാലും ടാക്സിയുടെ ഡോറിലൂടെ പുറത്തേക്ക് കാണുമായിരുന്നു. മൃതദേഹത്തിൻ്റെ കാലുകൾ മടിയിൽ കിടത്തിയിട്ട് അത് തുണി കൊണ്ട് മൂടി. യേശുദാസ് ഒരിക്കൽ എലത്തൂർ കടപ്പുറത്തിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാത്രി ഞങ്ങളിങ്ങനെ ഒറ്റക്കിരിക്കുകയാണ്. കൊരമ്പയിൽ അഹമ്മദാജിയുണ്ട്, അദ്ദേഹത്തിന് എലത്തൂരിൽ കടപ്പുറത്തൊരു കെട്ടിടമുണ്ട്. അത് അദ്ദേഹം ഒറ്റക്ക് പോയിരിക്കാൻ വേണ്ടി പണിതതായിരുന്നു, കടപ്പുറത്ത് പോയിരിക്കാൻ. യേശുദാസ് പറഞ്ഞു, പിന്നീട് പലപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹം അച്ഛനെ ഓർക്കുമ്പോഴൊക്കെ ഈ സംഭവം ആവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ദേഹം ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട സമയമായി, ബില്ലടക്കാൻ കയ്യിൽ കാശില്ല. അച്ഛൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഏറ്റെടുക്കണം.
ഞാനിതൊരു വയോമിത്രം പദ്ധതിയുടെ ചടങ്ങിലാണിത് പറയുന്നത്. ആരാണ് യേശുദാസ് എന്ന് പറയണ്ടല്ലോ. അത്ര ഭാഗ്യമുള്ള ഒരു മലയാളി എത്രയുണ്ടായി, അത്ര പ്രശസ്തനായ ഒരു മലയാളി. KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോൾ ഞങ്ങൾ ചില MP-മാരെ ഒരു രാവിലെ പ്രാതലിന് ക്ഷണിച്ചു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്നും ഇന്നും എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ രണ്ടാളും കൂടി ആ ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ മുറ്റത്ത് വെച്ച് മുല്ലപ്പള്ളി എന്നോട് ചോദിച്ചു, സമദാനി സാഹിബ്, ഏറ്റവും ഭാഗ്യമുള്ള മലയാളി KR നാരായണൻ ആയിരിക്കും അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഒരു പേര് കൂടി ചേർത്തോളൂ, മുല്ലപ്പള്ളി യേശുദാസ്. ഏറ്റവും ഭാഗ്യമുള്ള മലയാളി. ആ ഭാഗ്യമുള്ള മലയാളിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. യേശുദാസ് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ദേഹം വിട്ടുകിട്ടണം, ആശുപത്രിയിൽ അടക്കാൻ കാശില്ല, ഡോക്ടറോട് കെഞ്ചി, മാനേജറോട് കെഞ്ചി, ഞാൻ ഉടനെ പൈസ ഒപ്പിച്ച് തരാം, ദേഹം വിട്ടു തരുമോ, മൃതദേഹം ഒന്ന് കൊണ്ടുപോയിട്ട് അടക്കാൻ അത് വിട്ടു തരുമോ എന്ന് കെഞ്ചി. അവരാരും തയ്യാറായില്ല. ഞാൻ പരിചയക്കാരായ പലരുടെ അടുക്കലും പോയി പൈസക്ക് വേണ്ടി ചോദിച്ചു. കഷ്ടപ്പാടും വേദനയും പറഞ്ഞു. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഒപ്പിച്ച് കിട്ടി. ആ കിട്ടിയ കാശും കൊണ്ട് ആശുപത്രിയിലെത്തി. അച്ഛൻ്റെ ദേഹം ഞാൻ തോളിലെടുത്തു. അഗസ്റ്റിൻ ജോസഫ് അന്നും പ്രശസ്തനായ ഗായകനാണ് കേരളക്കരയിൽ, ഭാഗവതരാണ് കേരളക്കരയിൽ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ദേഹം തോളിലിട്ടുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇത് മനസ്സിലാക്കിയിട്ട് വേണം യേശുദാസിനെ മനസ്സിലാക്കാൻ. അമ്മയെയും അച്ഛനെയും കാണാതെ ഈ ലോകത്ത് കലയില്ല, ഈ ലോകത്ത് സംസ്കാരമില്ല. ഈ യേശുദാസ് പിന്നീട് പാടി, രാജരാജേശ്വരി നിന്റെ രാജാങ്കണം, രാഗാർദ്രമാമീ പ്രപഞ്ചം, രാജരാജേശ്വരി നിന്റെ രാജാങ്കണം, രാഗാർദ്രമാമീ പ്രപഞ്ചം. അമ്മേ, അമ്മയുടെ മുറ്റമാണ് ഈ ലോകം. അമ്മക്ക് കളിക്കാനുള്ള മുറ്റമാണ് എൻ്റെ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചം മുഴുവനും അമ്മയുടെ രാജാങ്കണമാണ്, അമ്മക്ക് കളിക്കാനുള്ള കളിമുറ്റമാണ്. യേശുദാസ് പറയുന്ന കഥയുടെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം ഞാൻ വിമാനത്തിൽ കയറി. യേശുദാസ് പറയുകയാണ്, ഞാൻ വിമാനത്തിൽ കയറിയപ്പോൾ എൻ്റെ സീറ്റ് ഫസ്റ്റ് ക്ലാസ്സിലാണ്, എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ്. പക്ഷേ എന്തോ കാരണവശാൽ ഞാൻ എക്കോണമിയുടെ സെക്കൻഡ് ക്ലാസ്സിലെ സീറ്റിൻ്റെ വാതിലൂടെയാണ് കയറിയത്. ഞാൻ സെക്കൻഡ് ക്ലാസ്സിലെ സീറ്റിലൂടെ, സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഡോറിലൂടെ കയറി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മുന്നോട്ട് നടന്നു പോകുമ്പോൾ അതായിരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ ദേഹം തടഞ്ഞു വെച്ച ഡോക്ടർ എക്കോണമിയിൽ. ഞാനതാ ഫസ്റ്റ് ക്ലാസ്സിൽ പോയിരിക്കുന്നു. കാശില്ലാതെ, കയ്യിൽ 4 പൈസ ഇല്ലാതെ എൻ്റെ അച്ഛൻ്റെ ദേഹം ഒന്ന് വിട്ടു തന്നാൽ ഞാൻ ഉടനെ തന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പണം എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും കാശ് തരാതെ അച്ഛൻ്റെ മൃതദേഹം താമസിപ്പിച്ച് തടഞ്ഞു വെച്ച ഡോക്ടർ എക്കോണമി സീറ്റിലിരിക്കുമ്പോൾ അയാളുടെ മുമ്പിലൂടെ എന്നെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് നയിച്ച ദൈവം, ആ ദൈവമുണ്ട് എന്നതിന് മറ്റെന്ത് തെളിവ് വേണം എന്ന് യേശുദാസ് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും പുഞ്ചിരിയും ദൈവത്തിൻ്റെ മന്ദഹാസവും ഇവിടെ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ നിഷ്കളങ്കതയിലാണ്. ആ മാതാപിതാക്കളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ജീവിതം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ. ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനത്ത് ഡോക്ടർ കരൺ സിംഗ് എത്തിയത് ഞാൻ അനുസ്മരിക്കുകയുണ്ടായി. ശങ്കരനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കണം ചെറുപ്പത്തിൽ ശ്രീശങ്കരൻ്റെ ശ്ലോകം എൻ്റെ വീട്ടിൻ്റെ ചുമരിൽ, എൻ്റെ ഹോസ്റ്റൽ മുറിയുടെ ചുമരിൽ എഴുതി വെക്കാൻ അന്ന് എനിക്ക് തോന്നിയത്? അത് വല്ലാത്ത വാക്കുകളാണ്. അമ്മ നിര്യാണം പ്രാപിക്കുന്ന സമയത്ത് മകൻ അമ്മയുടെ മുമ്പിൽ എത്തുന്നു. അമ്മ ചോദിക്കുന്നു, മോനെ, നിന്നെ ഞാൻ പെറ്റു, നിന്നെ പോറ്റി വളർത്തി, മോനെ നീ എന്താണ് എനിക്ക് പകരം നൽകുക?
മോനെ, നീ എന്തെനിക്ക് പകരം നൽകും? മഹാപണ്ഡിതനായ മഹാജ്ഞാനിയായ ശങ്കരാചാര്യർ ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത്? ഈ ചോദ്യം നമ്മോടെങ്ങാനും നമ്മുടെ മാതാപിതാക്കൾ ഉന്നയിച്ചാൽ എന്ത് മറുപടി ആയിരിക്കും നമുക്ക് അവർക്കായിട്ട് നൽകാൻ സാധിക്കുക? നമ്മുടെ മാതാവ് മരണപ്പെട്ടവരാണെങ്കിൽ അവർ തിരിച്ചു വന്ന്, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മക്കളോട് ചോദിച്ചു എന്നിരിക്കട്ടെ, ഞാൻ നിനക്ക് നൽകിയതിന്, മക്കളെ നിങ്ങൾക്ക് നൽകിയതിന് എന്താണ് എനിക്ക് പകരം നൽകുക? ആ ചോദ്യത്തെ ശങ്കരൻ നേരിട്ട രീതി എന്നും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞ മറുപടിയാണ്, ആ ശ്ലോകമാണ് ഞാൻ എൻ്റെ ഹോസ്റ്റൽ മുറിയിൽ, ഒരു പക്ഷേ ഉമ്മ മരണപ്പെട്ട ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്മയുടെ മരണം ഞാൻ BA പഠിക്കുമ്പോഴായിരുന്നു. 1981-82 ഞാൻ 81-82 കാലത്തായിരുന്നു എൻ്റെ MA പഠനം. അന്നാണ് ഞാൻ ഹോസ്റ്റലിൽ ഈ ശ്ലോകം എഴുതി വെക്കുകയുണ്ടായത്. ശ്ലോകം ഇതാണ്: നൈരുച്യം. അമ്മേ, എന്നെ ഗർഭം ചുമന്നപ്പോൾ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ അമ്മേ? പെണ്ണുങ്ങൾക്ക് ഗർഭകാലത്ത് ഭക്ഷണത്തോട് അരുചിയുണ്ടാകും. നമ്മുടെ നാട്ടിൽ എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ പറഞ്ഞിരുന്ന ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. പരിസരത്തൊക്കെ കുട്ടികളെ കെട്ടിച്ചയച്ച് അവർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുമ്പോൾ പെണ്ണുങ്ങൾ പച്ചമാങ്ങ തിന്നുമെന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾ, നമ്മുടെ ഗ്രാമത്തിലെ സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് പച്ചമാങ്ങയോട് കമ്പമാണ്. ഇതെന്തോ ഒരു പച്ചമാങ്ങയോടോ പുളിയോടോ ഉള്ള കമ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നൊക്കെ തോന്നിയത്, ഒരുപാട് കാലം പിന്നെയും തോന്നിയത്, അത് പുളിരസത്തോടുള്ള കമ്പമല്ലെന്നും ഗർഭകാലത്ത് സ്വാഭാവികമായി ഭക്ഷണത്തോട് രുചിയില്ലായ്മ, അരുചി അനുഭവപ്പെടുമെന്നും ആ അരുചിയെ മറികടക്കാൻ സ്ത്രീ ശരീരം, മാതാവിൻ്റെ ശരീരം നടത്തുന്ന ശ്രമമാണ് ഈ പച്ചമാങ്ങ കമ്പമെന്നും എനിക്ക് മനസ്സിലാക്കി തന്നത് ശ്രീ ശങ്കരാചാര്യരാണ്. നൈരുച്യം. അമ്മ എന്നെ ഗർഭം ചുമന്നപ്പോൾ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ അമ്മേ? നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ച സാംവത്സരീ. നൈരുച്യം. എന്നെ ഗർഭം ചുമന്നപ്പോൾ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നി. തനുശോഷണം. അമ്മയുടെ ശരീരം മെലിഞ്ഞിരുന്നില്ലേ അമ്മേ എന്നെ ഗർഭം ചുമന്ന കാലത്ത്? വേണ്ടത്ര ആഹാരം കഴിക്കാത്തതുകൊണ്ട് അമ്മ മെലിഞ്ഞില്ലേ അമ്മേ? ഈ നാട്ടിൽ കുട്ടികളെ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കേണ്ടത് ഇതാണ്. ഇത് പഠിപ്പിക്കണം. 100,000 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന തിരക്കിൽ അച്ഛനാര് അമ്മയാര് എന്ന് പഠിപ്പിക്കാൻ വിട്ടുപോകുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പ്രഗത്ഭരായ വിദ്യാഭ്യാസ ദുരന്തരന്മാരും ഇവിടെ പഠിപ്പിക്കേണ്ട ഒരു പാഠമുണ്ടെങ്കിൽ അത് മാതൃപാഠവും പിതൃപാഠവുമാണ്. അത് പഠിപ്പിക്കുക തന്നെ വേണ്ടതാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞ ആ വാക്കും പഠിപ്പിക്കേണ്ടി വരും. നിന്റെ മാതാപിതാക്കളിൽ 2 പേർക്ക് ഒന്നിച്ചോ 2 പേരിൽ ഒരാൾക്കോ വാർദ്ധക്യം വന്നാൽ നീ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ, ഞാൻ പറഞ്ഞെടുത്ത് തെറ്റി, എളിമയുടെ ചിറകുകൾ കാരുണ്യത്തോടെ താഴ്ത്തിക്കൊടുക്കണം. ഖുർആന്റെ ഭാഷ ശ്രദ്ധിക്കണേ. എളിമയുടെ ചിറകുകൾ കാരുണ്യത്തോടെ താഴ്ത്തിക്കൊടുക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്താലുള്ള എളിമയുടെ ചിറകുകൾ. കാരുണ്യം പറഞ്ഞു മാതാപിതാക്കളോട് കരുണ കാട്ടണം. പിന്നെ എളിമ പറഞ്ഞു മാതാപിതാക്കളുടെ മുമ്പിൽ എളിമയോടെ നിൽക്കണം. പിന്നെ താഴ്ത്തിക്കൊടുക്കണം. കാരുണ്യം, എളിമ, താഴ്ത്തൽ, ചിറക്, ഈ 2-3 പ്രതീകങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള കൂറും കടമയും വരച്ചു കാട്ടിയത് ചിന്തിക്കുന്ന മനുഷ്യനെ എക്കാലവും അത്ഭുതപ്പെടുത്തുന്നതാണ്. തുടർന്ന് പറയുന്നു, നീ നിന്റെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. നീ നിന്റെ മാതാപിതാക്കളോട് ഉഫ്
എന്ന് പോലും പറയരുത്. ഞങ്ങൾ കണ്ണൂരിലൊരു അറബ് സാഹിത്യ സെമിനാർ നടത്തിയിരുന്നു. ജോർദാനിൽ നിന്ന് ഒരു അറബ് സാഹിത്യകാരൻ വന്നിരുന്നു. അരമണിക്കൂർ അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിൻ്റെ വിഷയം ഖുർആനിൻ്റെ ഈ ഒരു ചെറിയ പദമായിരുന്നു, ഉഫ്. നീ നിന്റെ മാതാപിതാക്കളോട് ഉഫ് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. രാവിലെ ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല വസ്ത്രമണിഞ്ഞ് സ്പ്രേ ഒക്കെ അണിഞ്ഞ് വാഹനത്തിലിങ്ങനെ മകനോ അല്ലെങ്കിൽ മകൻ ഇറങ്ങാൻ പോവാണ്. ഓഫീസിലേക്കോ ജോലി സ്ഥലത്തേക്കോ മറ്റെങ്ങോട്ടോ പോവുകയാണ്. സുഖമില്ലാതെ വീടിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന മാതാവ് അല്ലെങ്കിൽ പിതാവ് പറഞ്ഞു, മോനെ എടാ നീ വരുമ്പോൾ എൻ്റെ മരുന്ന് കൊണ്ടുവരണേ മോനെ. ഇത്രേ പറഞ്ഞുള്ളൂ. മകൻ അതത്ര പിടിച്ചില്ല. തിരക്കുള്ള ഞാൻ തന്നെ വേണോ മരുന്ന് കൊണ്ടു കൊടുക്കാൻ? എത്ര ആളുകളുണ്ട് ഞാൻ ഏർപ്പാടാക്കി കൊടുത്തിട്ട്. ചില മക്കളുടെ വിചാരം കാശും പണവും കൊടുത്താൽ മാതാപിതാക്കളുള്ള കടമ തീരുമെന്നാണ്. ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ വാപ്പാക്ക് വീടുണ്ടാക്കി, ഞാൻ ഗൾഫ് പോയി കാശും പണം ഉണ്ടാക്കി, അച്ഛനെ ഞാൻ നന്നായി നോക്കുന്നു, അമ്മയ്ക്ക് ഞാൻ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അവനോട് ചോദിക്കും, നീ അമ്മയെ താങ്ങിയിരുത്താറുണ്ടോ? നീ അമ്മയുടെ ഉമ്മയുടെ നെറ്റി തടവി കൊടുക്കാറുണ്ടോ? നീ എപ്പോഴെങ്കിലും ഒരു കയ്യിൽ കഞ്ഞിയെടുത്ത് സുഖമില്ലാതെ ഒരു പനി പിടിച്ചപ്പോഴെങ്കിലും നീ അമ്മയുടെ കവിളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു കയ്യിൽ കഞ്ഞി 100 കണക്കിന് 1000 കണക്കിന് തവണ നിന്നെ സൽക്കരിച്ച് വിരുന്നൂട്ടി നിനക്ക് അന്നം നൽകിയ മാതാവിന് നീ എപ്പോഴെങ്കിലും ഒരു തവണ ഒരു ചോറ്റുരുള നീ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? നീ നിന്റെ 2 കൈ കൊണ്ടവരെ താങ്ങിയിരുത്തിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മലമൂത്ര വിസർജനത്തിന് നീ അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. മുമ്പത്തെ കാലത്ത് വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്ത കാലത്ത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമുണ്ടായിരുന്നു. അതിലായിരുന്നു മാതാപിതാക്കളോ രോഗികളായ വീട്ടിലുള്ള മറ്റംഗങ്ങളോ രോഗമായാൽ അവർ മലമൂത്ര വിസർജനം ചെയ്തിരുന്നത്. പണ്ടത്തെ ചില മക്കളെ ഞാൻ ഓർത്തുപോകും. എന്താ അപ്പം അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. മരം കൊണ്ടുള്ള ഒരു സാധനം, വീട്ടിൽ ശുചിമുറിയില്ലാത്ത കാലത്ത് മലവിസർജനവും അതിൽ, മൂത്രവിസർജനവും അതിൽ. ആ സമയത്ത് ചില മക്കൾ പറയുമായിരുന്നു, എൻ്റെ അമ്മയെ എൻ്റെ ഉമ്മയെ ഞാൻ 5 കൊല്ലം ഇതും കൊണ്ട് നോക്കിയിട്ടുണ്ട്, ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന് വേണ്ടി ലോകം ദാഹിക്കുന്നു. മാതാപിതാക്കളുടെ പാദങ്ങളിലേക്ക് മടങ്ങാൻ ലോകം കൊതിക്കുന്നു. അങ്ങനെയുള്ള ചിന്തകളെ നട്ട് വളർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇന്ന് നടക്കുന്ന ഈ ദുരന്തങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കട്ടെ. കുരുത്തമുള്ള തലമുറ ഉണ്ടാവട്ടെ. വലിയ ഒരു പ്രളയം കഴിഞ്ഞ് കേരളം ഒരുപാട് പാഠം പഠിച്ചിരിക്കുകയാണ്. ആ പ്രളയത്തിൽ കേരളം പഠിച്ച ഏറ്റവും വലിയ പാഠം കരുണ മാത്രമേ ജയിക്കൂ എന്ന പാഠമാണ്. കാശും പണവും ജയിച്ചില്ല, രാഷ്ട്രീയവും അധികാരവും രക്ഷിച്ചില്ല. ആകെ അവസാനം രക്ഷക്കെത്തിയത് മനുഷ്യരുടെ കരുണ മാത്രമാണ്. ആ പ്രളയത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് പോയ ചെറുപ്പക്കാർ വേദനയോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പലരെയും രക്ഷപ്പെടുത്തി. ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സംഗതി, നോക്കാൻ ആളില്ലാത്ത മാതാപിതാക്കൾ പല വീടുകളിലും കിടക്കുകയാണ്. മക്കൾ എവിടെയോ ആണ്. മക്കൾ അവരെ പരിപാലിക്കുന്നില്ല. ഞങ്ങൾക്ക് സഹായിക്കണേ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. ഫേസ്ബുക്കിലും വാട്സാപ്പിലുമാണ് ഈ പ്രളയകാലത്ത് പലരും സഹായത്തിന് വേണ്ടി തേടിയത്. അവർക്ക് ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, അത് ഉപയോഗിക്കാൻ അറിയില്ല, ശീലമില്ല. അവർക്ക് ചലിക്കാൻ കഴിയില്ല. അവർ കട്ടിലിലോ വീട്ടിലോ കിടക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞും വെള്ളം കയറി മരണപ്പെട്ടു എന്ന കാര്യവും കൂടി നമ്മൾ ഓർക്കണം. അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറി, രക്ഷപ്പെടാൻ കഴിയില്ല. ഉമ്മറത്ത് വെള്ളമായി, വീട്ടിൻ്റെ അടിയിൽ വെള്ളമായി, അവർ കിടക്കുന്ന മുറിയിൽ വെള്ളമായി, കട്ടിലിൽ വെള്ളം കയറി. അപ്പുറത്ത് വൃദ്ധമാതാവ്, ഇപ്പുറത്ത് വൃദ്ധ പിതാവ്. രക്ഷിക്കണേ എന്ന് പറയാൻ കഴിയില്ല, ആരോടും വിളിച്ചു പറയാൻ കഴിയില്ല.
വെള്ളം ഇങ്ങനെ കയറി 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 അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി വെള്ളത്തിൽ മുങ്ങി മരിച്ച ആ രംഗം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ, നമുക്ക് മറക്കാതിരിക്കാൻ കഴിയട്ടെ. അല്ലെങ്കിലും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മറവിയാണ്. കോട്ടക്കൽ നഗരസഭ ഇവിടെ സംഘടിപ്പിച്ച ഈ വികാരോജ്വലം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇത് വികാരോജ്വലമാണ്. ആർക്കാണ് വികാരോജ്വലമല്ലാത്തത്? മാതാവും പിതാവും ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ നഗരസഭ, നമ്മുടെ നഗരസഭാ ചെയർമാനാകട്ടെ അടുത്ത കാലത്ത് മാതാവിനെ നഷ്ടപ്പെട്ട, അടുത്ത കാലത്ത് ഉമ്മ വിട പറഞ്ഞു പോയ ഒരു മകനാണ്. ഞാൻ അവരെയും കൂടി ഓർക്കുന്നു. കാരണം എനിക്ക് അവരോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. നാസറിൻ്റെ ഉമ്മ എന്ന നിലയിൽ മാത്രമല്ല, അവിടെ കാണുമ്പോഴോ ചെല്ലുമ്പോഴോ, ഞാൻ അല്ലെങ്കിലും അങ്ങനെയാണ്. വല്ല സ്ഥലത്തും പോയാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അവരെന്നോട് ആവശ്യപ്പെടുന്നൊരു സംഗതി ഉമ്മയെ കാണണ്ടേ, അമ്മയെ കാണണ്ടേ എന്നാണ്. അതെൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. ദേശത്തോ വിദേശത്തോ എവിടെയെങ്കിലും പോയാൽ ഞാൻ അവരോട് പറയും, വേറെ ആരെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് നിൻ്റെ ഉമ്മയെ കാണണം, എനിക്ക് നിൻ്റെ അമ്മയെ കാണണം. അകത്ത് കിടക്കുന്ന ആ മുറിയിലേക്ക് ചെന്ന് അമ്മയുടെ കിടക്കയിൽ, ഉമ്മയുടെ കിടക്കയിൽ ഇരുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിരവധിയാണ്. ഒരുപക്ഷേ ഉമ്മയെ നഷ്ടപ്പെട്ടതിലുള്ള നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സങ്കടങ്ങളുമാകാം. നാസറിൻ്റെ ഉമ്മ എല്ലാ നിലയിലും വളരെ പൂർണ്ണതയാർന്ന ഒരു മാതാവായിരുന്നു. ഞാൻ അവരെ ഓർക്കുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളെ ഈ സമയത്ത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സകല ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ധർമ്മം ഈ മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയലാണ്. എവിടെ മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന് തിരുനബി പുണ്യ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയുണ്ടായി. വല്ലാത്തൊരു വാക്കാണത്. മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും. നിങ്ങളുടെ മാതാക്കളുടെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പ്രവാചക തിരുമേനി തിരുനബി മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും അധികം കടമയും കൂറും കാണിക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചോദ്യം നമ്മോടാരെങ്കിലും ഉന്നയിച്ചാലോ? ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറും കടമയും കാണിക്കേണ്ടത്? ഉടൻ തന്നെ 2 വട്ടം ചിന്തിക്കേണ്ട കാര്യം ദൈവദൂതനില്ല. ദൈവദൂതൻ സത്യദർശിയാണ്, സത്യം ദർശിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട്. ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറ് കാണിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ലോകത്തൊരു ഉത്തരമേ ഉള്ളൂ, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് ഉടനെ ആവർത്തിച്ച് ചോദിച്ചു, പിന്നെ ആരോട്? നമ്മൾ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. മാതാവാണെന്ന് മനസ്സിലായ ശേഷം അടുത്ത ആൾ ആരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. പക്ഷേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, നിന്റെ മാതാവിനോട്. വിടാൻ തയ്യാറില്ലാതെ ചോദ്യകർത്താവ് 3ാമതും ആവർത്തിച്ചു, പിന്നെ ആരോട്? ഹൂ ഈസ് ദ നെക്സ്റ്റ് എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. മാതാവാന്ന് മനസ്സിലായി, മാതാവ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 3ാമതും മറുപടി വന്നു, നിന്റെ മാതാവിനോട്. കൗതുകം വിടാതെ ചോദ്യകർത്താവായ ചെറുപ്പക്കാരൻ ആവർത്തിച്ചു, പിന്നെ ആരോട്? 4ാമത്തെ ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞു, നിന്റെ പിതാവിനോട് എന്ന്. 1ാം റാങ്ക് അടുക്കളക്കാരി കൊണ്ടുപോയി, അടുക്കളയിലെ മെലിഞ്ഞൊട്ടിയ സ്ത്രീ കൊണ്ടുപോയി. കേരളത്തിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ പലപ്പോഴും അടുക്കളക്കാരിയാണ്, അല്ലെങ്കിൽ കാശ് കൊടുക്കാതെ അലക്കുന്ന അലക്കുകാരിയാണ്. മക്കളുടേതൊക്കെ അലക്കി മക്കളുടെ കാലശേഷം പേരമക്കളുടേത്, അവരുടെ അടിവസ്ത്രമടക്കം നേരം വെളുത്ത് വൈകുന്നേരമാകുന്നവരെ ആ അലക്കുകല്ലിൻ്റെ അടുക്കൽ അതാ ഒരു സ്ത്രീ ഇങ്ങനെ നിന്ന് അലക്കുന്നു. അതാരാ? സംശയിക്കേണ്ട, അത് അമ്മയായിരിക്കും. ഒരു ലാഭമുണ്ട്, ഒന്നും കൊടുക്കണ്ട. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഗോകുലം ഗോപാലൻ
ഒരു വലിയ വൃദ്ധ സംരക്ഷണ മന്ദിരം കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിനോടൊപ്പം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനൊരു സ്കൂളുണ്ട്. ഇവിടെ ഇബ്രാഹിം ഹാജി സ്കൂൾ നടത്തുന്ന പോലെ ഗോപാലേട്ടൻ്റെ ഒരു മെച്ചപ്പെട്ട സ്കൂൾ വടകരയിൽ നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ വഴിക്ക് ഞാൻ വല്ല പ്രസംഗത്തിനോ മറ്റോ പോയാൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ പറയും അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകണമെന്ന്. ഈ അടുത്ത കാലത്ത് ഞങ്ങളവിടെ ഒരു യോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ പോയി. നിലാവുള്ള രാത്രി, ഗോകുലം ഗോപാലൻ്റെ കുന്നിൻ്റെ മുകളിലെ സ്കൂളിലെ ഗസ്റ്റ് ഹൗസ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ 2 സംഭവങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഈ സംസാരത്തിൽ ഞാൻ അവസാനമായി ഉദ്ധരിച്ച് ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മാതാപിതാക്കളെ പോറ്റുകയാണ് മെഡിക്കൽ കോളേജിൽ. ഓരോ വൃദ്ധ മാതാവിനും ഒരു നഴ്സ്, വൃദ്ധ പിതാവിനും ഒരു നഴ്സ്, മരുന്ന്, ഭക്ഷണം, ഉടുപ്പ്, നല്ല വെടുപ്പും വൃത്തിയുമുള്ള ഒരൊന്നാന്തരം മാതാക്കളെയും പിതാക്കളെയും സംരക്ഷിക്കുന്ന വൃദ്ധസദനം എന്നൊന്നും അതിനെ വിളിക്കാൻ കഴിയില്ല, എന്ത് വിളിച്ചാലും കൊള്ളാം, ഒരു മന്ദിരം, ഒരു സ്നേഹമന്ദിരം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വൃദ്ധസദനത്തെക്കുറിച്ചുകൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വതന്ത്ര സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. പഠിക്കേണ്ടതാണ്. അവരാണ് ഇവിടുത്തെ റോഡുകളൊക്കെ ഇപ്പോൾ പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും സഹകരണ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതിൻ്റെ ചെയർമാൻ എന്നെ വിളിച്ച് ഒരു വൃദ്ധസദനത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ കൊണ്ടുപോവുകയുണ്ടായി. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറായിരുന്നു അവിടെ അന്ന് ഉദ്ഘാടക. അവരവിടെ അന്ന് ഒന്നാന്തരം ഒരു പ്രസംഗം ചെയ്തു. ഞാനത് പലപ്പോഴും പിന്നീട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല പ്രഭാഷണം. അവരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അനന്തരം എൻ്റെ ഒരു പ്രഭാഷണവുമായിരുന്നു പരിപാടി. പക്ഷേ ആ വൃദ്ധസദനം, ഊരാളുങ്കൽ സൊസൈറ്റി നോക്കണേ, ഇവിടെ റോഡുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന ഒരു വലിയ സംഘടന, മാതൃകാപരമായ ഒരു സംരംഭം ചെയ്തിരിക്കുകയാണ്. കോട്ടക്കല ഈ നല്ല സമയത്ത് നല്ല ചടങ്ങിൽ അത് പറയുന്നത് ഒരു പക്ഷേ ഉപകാരം ചെയ്തേക്കും. സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് വയോജന സംരക്ഷണം. അപ്പം ഞാൻ ആ വൃദ്ധസദനത്തിൽ ശൈലജ ടീച്ചറും ഞങ്ങളെല്ലാം കൂടി കൊണ്ടുപോയി കാണിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കിടക്കാൻ നല്ല ഇടം, കിടത്തി ചികിത്സിക്കാൻ സൗകര്യം, ഫിസിയോതെറാപ്പിക്ക് സൗകര്യം, പ്രായമെത്തിയാലുള്ള ഏറ്റവും നല്ല വൈദ്യ ശുശ്രൂഷയാണ് ഫിസിയോതെറാപ്പി. ആ ഫിസിയോതെറാപ്പിക്ക് സൗകര്യം, നല്ല ഒരു മന്ദിരം. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മനുഷ്യ സ്നേഹത്തെ വെറും തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് നടത്തുന്ന അത്ഭുതമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അതിൻ്റെ പിന്നിൽ മുതലാളിമാരില്ല, വലിയ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, വർക്കേഴ്സാണ് അതിലെ ഷെയർ ഹോൾഡേഴ്സ്. വർക്കേഴ്സിൻ്റെ വരുമാനത്തിൽ നിന്നാണ് അവർ പിരിവെടുക്കുന്നത്.